പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഒരു വലിയ തരംഗമുണ്ട്. ആ തരംഗം പക്ഷേ LDF-നല്ല, UDF-ന് തന്നെയാണ് അനുകൂലമായിരിക്കുന്നത്. സാധാരണഗതിയിൽ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുമ്പോൾ LDF-ന്റെ വലിയൊരു കുതിപ്പ് നമുക്ക് കാണാറുണ്ട്. പക്ഷെ എന്നാൽ ഇത്തവണ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, ആറന്മുളയിൽ മന്ത്രി വീണ ജോർജിനെ തകർത്തടിക്കാൻ തക്ക തരത്തിലുള്ള ഒരു മുന്നിട്ട് നിൽക്കൽ, 100-ന് മുകളിലായിട്ടുള്ള ഒരു മുന്നിട്ട് നിൽക്കൽ യുവ പോരാളി അബിൻ വർക്കിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ പോവുകയാണ് എങ്കിൽ ആറന്മുള കണ്ണാടിയിൽ ഇനി തിളങ്ങുക അബിൻ വർക്കിയായിരിക്കും. ഈ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ സമയത്തും നമ്മൾ കണ്ടതാണ് അബിൻ വർക്കിയെ ഒരു കോളേജിൽ പോലും കയറ്റാതെ, അവിടെ പോലും വോട്ട് ചോദിക്കാൻ സമ്മതിക്കാതെ SFI-ക്കാർ തടഞ്ഞു നിർത്തിയതും പിന്നീട് ഉന്തും തള്ളുമായതും കയ്യാങ്കളിയുമായതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇതിന്റെ ഒക്കെ കാരണം എന്താണ്? മന്ത്രി പദത്തിലിരിക്കുന്ന വീണ ജോർജ് തകർന്നടിഞ്ഞാൽ അത് CPM-ന്റെ ഏറ്റവും വലിയ പരാജയമാണ്. ഇക്കഴിഞ്ഞ കാലത്ത് മുഴുവൻ, ഇക്കഴിഞ്ഞ 5 വർഷം മുഴുവൻ നമ്മൾ കണ്ടതാണ് മെഡിക്കൽ കോളേജിന്റെ ദുരന്താവസ്ഥകൾ മുതൽ എല്ലാ ഹോസ്പിറ്റലുകളുടെയും ദുരവസ്ഥ വരെ. അവസാനം നമ്മൾ കണ്ടു പാമ്പുകുത്തി ഇല്ലാതാകുമ്പോൾ ആന്റിവനം പോലും ഇല്ലാത്ത തരത്തിലേക്ക് ഹോസ്പിറ്റലുകൾ മാറേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ 5 വർഷത്തെ പിണറായിയുടെ ഗ്യാരണ്ടി എവിടെ എന്ന് ചോദിച്ചാൽ എങ്ങുമില്ല എന്ന് കാണുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അവിടെ ആറന്മുളയിൽ മന്ത്രി വീണ ജോർജിന് ഏതൊക്കെ സഭയുടെ അംഗീകാരമുണ്ടെങ്കിലും ശരി, അബിൻ വർക്കിയെ തൂത്തുകളയാൻ പാകത്തിന് അതുണ്ടോ എന്ന് ഇനിയും നോക്കേണ്ടി വരും. ഇനി EVM-ൽ വോട്ടെണ്ണുമ്പോൾ റെയിൽവേയിലെ തിരക്കഥയും നാടകവും ഒക്കെ പൊളിഞ്ഞടുങ്ങുന്നതെന്നും നമുക്ക് കാണാൻ സാധിക്കും. എന്താണെങ്കിലും അബിൻ വർക്കി മുന്നിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് ആദ്യ മണിക്കൂറുകളിൽ കാണാൻ സാധിക്കുന്നത്.